ഞാൻ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. ഞാനൊരു ക്യാമറ മേടിച്ചിട്ടുണ്ട്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ആക്ഷൻ ക്യാമറ. ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒരു ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ ഫിഷിങ്, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മെയിൻ ഹോബീസ് എന്ന് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് കൂടെ ഒരു ക്യാമറ. ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് എന്ന് പറയണത് നമ്മുടെ ഗോപ്രോയുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള GoPro Hero 10 ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പോൾ ക്യാമറ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ ഒരു ചെറിയ അൺബോക്സിങ്, എൻ്റെ ചെറിയ രീതിയിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ആക്സസറീസ്, ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൊമോഷൻ റമദാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്റ്റോറിൽ സ്പെഷ്യൽ ഓഫർ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു ക്യാമറ നോർമലി ഒരു 2000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് എനിക്കൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കുറച്ച് ഈ ക്യാമറയുടെ കുറച്ച് ആക്സസറീസ് എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി തന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നേക്കുന്ന ആക്സസറീസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 എക്സ്ട്രാ ബാറ്ററി അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ഞാൻ എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് മേടിച്ചാണ്. ഇത് ഫ്രീ ഒന്നും ആയിരുന്നില്ല, പ്രൊമോഷനിൽ ഇല്ലാത്തതാണ്. ഇത് ഞാൻ മെമ്മറി കാർഡ് എന്തായാലും ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാനിത് എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിച്ചാണ്. 2 ബാറ്ററി അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് നമ്മുടെ ചെസ്റ്റ് മൗണ്ട്, നമ്മുടെ ചെസ്റ്റിൽ ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചെസ്റ്റ് മൗണ്ട് ഇതിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്, അവർ ബണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ക്യാമറയുടെ മിനി ട്രൈപോഡാണ്. ചെറിയ ഒരു മിനി ട്രൈപോഡ് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാർഡ് കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഓൾറെഡി ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഡീഷണൽ ഹാർഡ് കേസ് കൂടി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. നല്ലൊരു ഹാർഡായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഇത്. പിന്നെ നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ലോങ്ങിലൊക്കെ നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലോങ് സ്റ്റിക്ക്. ഇത്രയും ആക്സസറീസ്, ഏകദേശം ഒരു 10,000 രൂപയോളം വില വരുന്ന ആക്സസറീസ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാമറ മേടിച്ചപ്പോൾ കിട്ടിയത്. നമ്മുടെ ക്യാമറ ആക്സസറീസ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പുതിയ ക്യാമറ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ബിസ്മില്ലാ. അടിപൊളി നല്ല ഹാർഡ് കേസ്. അതിലിവിടെ GoPro എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഇതേ ഇരിക്കുകയാണ് നമ്മുടെ ക്യാമറ. ഇതിൽ ഒരു ക്യാമറ വന്നിട്ടുണ്ട്, പിന്നെ ചാർജിങ് അഡാപ്റ്റർ വന്നിട്ടുണ്ട്, പിന്നെ ചെറിയ മൗണ്ട് ചെയ്യണ ചെറിയൊരു മറ്റേ ഡബിൾ സൈഡ് സ്റ്റിക്കറുള്ളൊരു മൗണ്ടർ വന്നിട്ടുണ്ട്. പിന്നെ അത് കണക്ട് ചെയ്യുന്നൊരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു അഡീഷണൽ ബാറ്ററി ഇതിലുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 ബാറ്ററി ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു മൗണ്ട് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത്തിരി പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കറക്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റ് ലോക്ക് ആയതിനു ശേഷം ഈ സാധനം തിരിച്ച് റിട്ടേൺ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. നല്ല ടൈറ്റാണ്. നല്ല ടൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അഡീഷണൽ ആക്സസറീസിൽ പലതരത്തിലുള്ള ചെസ്റ്റ് മൗണ്ടറായാലും അതുപോലെ തന്നെ ഹെൽമെറ്റിൽ ചെയ്യുന്ന മൗണ്ടായാലും പിന്നെ മിനി സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്, ലോങ് സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്, ഹാർഡ് കേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആക്സസറീസ് നമുക്ക് അത്യാവശ്യം ഈ ക്യാമറ ഉപയോഗിക്കാനുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ ആക്സസറീസും നമുക്കിപ്പോൾ ഈ ക്യാമറ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ സ്ക്രീൻ ഗാർഡുകളുണ്ട്, അതുപോലെ ലെൻസിന് ഒരു ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്,
പിന്നെ ഇതാണ് മെയിൻ സ്ക്രീൻ. അവിടെ ഒരു ഗാർഡ് ഉണ്ട്. നമുക്കിത് ആവശ്യമില്ല, നമുക്കിത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാമറ ഇതാണ് സംഭവം. ഇതിൻ്റെ മുകളിൽ പവർ ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലാണെങ്കിൽ മോഡ് ബട്ടൺ. അപ്പോൾ ഇത് മൗണ്ട് ചെയ്യണത് ഇവിടെയാണ്. ബാറ്ററി അതുപോലെ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടുന്നതും. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് താഴേക്ക് ഇങ്ങനെ വലിക്കണം. ഇങ്ങനെ വലിച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഇടുന്ന ബാറ്ററി സ്ലോട്ട്. ഇത് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട്. ഇതാണ് ചാർജർ കണക്ട് ചെയ്യണ പോർട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ GoPro. നമുക്കിതിൽ ബാറ്ററി ഇടാം. ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെമ്മറി കാർഡ്. ഇത് മെമ്മറി കാർഡ് ഇരുന്ന സ്ലോട്ട് ഇതാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഓൾറെഡി ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാം. പിന്നെ GoPro ക്വിക്ക് എന്ന് പറയുന്ന ആപ്പ് വഴിയും നമുക്കിതിൻ്റെ സെറ്റിങ്സ്, അതുപോലെ ഫോൺ കണക്ഷൻ, അതുപോലെ ഡാറ്റ ഷെയറിങ് എല്ലാ കാര്യങ്ങളും അതിലൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അൺബോക്സിങ്ങിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ വീഡിയോ ക്വാളിറ്റി, അതുപോലെ അതിൻ്റെ ഫ്രെയിം പെർ സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ വ്യത്യാസങ്ങൾ, അതുപോലെ സ്ലോമോ, ടൈം ലാപ്സ്, ഫോട്ടോ, അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ സൗണ്ട് ക്വാളിറ്റി എല്ലാം അടങ്ങിയിട്ടുള്ള പുതിയൊരു വീഡിയോ അടുത്ത ഒരു എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ, ഇതിൻ്റെ അൺബോക്സിങ്, അതുപോലെ ഇതിൻ്റെ കൂടെ കിട്ടിയ ആക്സസറീസൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ GoPro അൺബോക്സിങ് വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.